ആഗസ്റ്റ് 29 വിശുദ്ധ അഗസ്തീനോസ് പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അതിലെ ചില കാര്യങ്ങളെ നമുക്കെടുത്ത് ഇന്ന് ധ്യാനിക്കാം. ജെറമ്യായുടെ പുസ്തകം 29 അധ്യായം 12 വാക്യം. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ച് അപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. വീണ്ടും ഈ പ്രാർത്ഥനയുടെ ശക്തി എത്രത്തോളം വലുതാണെന്ന് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം 18 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ, അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മുടെ സഭാപിതാവ് പ്രാർത്ഥനയുടെ ഒരു മനുഷ്യൻ കൂടി ആണ് എന്നാണ് ചില ഇടങ്ങളിൽ പറയപ്പെടുന്നത്. അതിന് വളരെ വ്യക്തമായ ഒരു കാരണവും കൂടിയുണ്ട്. അദ്ദേഹം തൻ്റെ വലിയ നോവലുകളിലും പ്രാർത്ഥനയെക്കുറിച്ചുള്ള പുസ്തകങ്ങളും എഴുത്തുകളും പ്രസംഗങ്ങളുമാണ് അതിന് സാക്ഷ്യം. ഈ എഴുത്തുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പുസ്തകങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ മനുഷ്യൻ എത്രത്തോളമാണ് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തത് എന്നത്. എന്നിരുന്നാലും തൻ്റെ നിയമത്തിൽ അദ്ദേഹം പ്രാർത്ഥനയെക്കുറിച്ച് ഒരൊറ്റ ഖണ്ഡികയിലൂടെയാണ് പ്രാർത്ഥനയുടെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് ഒരു സന്യാസിയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു ആത്മായരുടെ ജീവിതത്തിൽ എത്രത്തോളം വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തിൻ്റെ നിയമാവലിയുടെ 4 അധ്യായത്തിലാണ് അദ്ദേഹം ഒരുപാട് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്. എന്നാൽ 3 അധ്യായത്തിൻ്റെ അവസാന ഭാഗം വിശുദ്ധ അഗസ്തീനോസ് പ്രാർത്ഥനയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ലെറ്റ് ഓൾ ലിവ് ടുഗദർ ഇൻ ഹാർമണി ആൻഡ് ലവ്. എല്ലാവരും ഐക്യത്തോടും സ്നേഹത്തോടും ഒരുമിച്ച് ജീവിക്കട്ടെ. നമ്മുടെ സഭാപിതാവായ വിശുദ്ധ അഗസ്തീനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരുമിച്ചും ഐക്യത്തോടെയും വസിക്കുന്നത് പോലും ഒരു വലിയ പ്രാർത്ഥനയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രയ്ക്കും മനോഹരമായത് കൊണ്ടായിരിക്കണം എല്ലാ അഗസ്റ്റീനിയൻ സന്യാസികളും കമ്മ്യൂണിറ്റി ലൈഫിനെ വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. ആ ഒരു പ്രാധാന്യം എല്ലാ അഗസ്റ്റീനിയൻസും തൻ്റെ ആശ്രമ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നത് കൊണ്ടായിരിക്കും അവർക്ക് തങ്ങളുടെ കമ്മ്യൂണിറ്റി സമൂഹത്തോടെ ആയിരിക്കുന്നതും സമൂഹത്തിലെ വ്യക്തികളോടുകൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും ജീവിക്കുന്നതും സന്തോഷം കണ്ടെത്തുന്നത്. അത് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് പണ്ഡിതനായ വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെ പറയുന്നുണ്ട്: ഒരു സമൂഹത്തോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം എത്രത്തോളം പ്രീതികരമായി തീരുമെന്ന് നിങ്ങൾക്കറിയാമോ എന്ന്. എത്രത്തോളം വിശ്വാസത്തോടെ ഒരുവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവോ അത്രയും ശക്തമായിരിക്കും അവിടുത്തെ ഇടപെടലും. മുന്നോട്ടു പോകുവാൻ പകച്ചു നിൽക്കുന്ന മോശയോട് യഹോവ ഇപ്രകാരം പറയുന്നുണ്ട്: മോശേ, നീ ഈ ജനത്തോട് പറയുക, അവരോട് നീ കൽപ്പിക്കുക മുന്നോട്ടു പോകാൻ. ചെങ്കടലിൻ്റെ നടുവിലൂടെ ദൈവം നിനക്ക് വഴിയൊരുക്കും. വെള്ളം കൊണ്ട് മറഞ്ഞിരുന്ന വഴി വെള്ളം മാറ്റി ദൈവം വഴി കാട്ടിത്തരും. അതുകൊണ്ട് സന്യാസ ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിയും പ്രാർത്ഥനയിൽ പതറാതെ സമൂഹത്തോടും അതുപോലെ തന്നെ വ്യക്തിപരമായും ഈശോയോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ നേരിടുന്ന ചില പരുക്കമായിട്ടുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും പ്രശ്നങ്ങളും ദൈവം മാറ്റി അതിൻ്റെ ഉള്ളിൽ ഒളിച്ചു നിൽക്കുന്ന വഴി ദൈവം എല്ലാവർക്കും കാണിച്ചു തരും. അതുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ സമൂഹത്തോടൊപ്പമായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന ദൈവം കേൾക്കും, അതിന് ദൈവം ഉത്തരം തരും. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം 24 വാക്യത്തിൽ പ്രകാരം പറയുന്നു: അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.